ഡിഡ്. വെർബ് ഡിഡ്. വെർബ് ഡിഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വെർബ് ഡൂവിൻ്റെ പാസ്റ്റാണ് വെർബ് ഡിഡ്. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യനുകളും നെഗറ്റീവ് സെൻറ്റൻസുകളും ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഡിഡ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡിഡ് ഒരു ഓക്സിലറി വെർബായിട്ട്, അതായത് ഒരു ഹെൽപ്പിംഗ് വെർബായിട്ട് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യനുകളും നെഗറ്റീവ് സെൻറ്റൻസുകളും ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് മീൻസ് ക്വസ്റ്റ്യനുകളും നെഗറ്റീവ് സെൻറ്റൻസുകളും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഡിന് ഒരു മീനിങ്ങുമില്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളൊരു മീനിങ് അല്ല. അവിടെ ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മീൻസ് ജസ്റ്റ് അവിടെ ക്വസ്റ്റ്യൻസും നെഗറ്റീവ് സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് അവിടെ യൂസ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു വേർഡായിട്ട് യൂസ് ചെയ്യുകയാണ്. അതിനൊരു മീനിങ്ങുമില്ല. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ റൂളാണ്, ഗ്രാമർ സ്ട്രക്ചറാണ്. അത് നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഡിഡിന് ഒരു മീനിങ്ങും കാണത്തില്ല. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഡിഡ് നമുക്ക് പല രീതിയിൽ സെൻറ്റൻസുകളിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില സെൻറ്റൻസുകളൊക്കെ എംഫസൈസ് ചെയ്ത് പറയുവാനായിട്ട്, മീൻസ് എടുത്ത് പറയുവാനായിട്ടും നമ്മൾ ഡിഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിഡിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തത്, ഡിഡ് ഹി കോൾ യു ലാസ്റ്റ് നൈറ്റ്? അവൻ നിന്നെ ലാസ്റ്റ് നൈറ്റിൽ വിളിച്ചായിരുന്നു. ലാസ്റ്റ് നൈറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ. ഡിഡ് ഹി കോൾ യു ലാസ്റ്റ് നൈറ്റ്? ലാസ്റ്റ് നൈറ്റിൽ അവൻ നിന്നെ വിളിച്ചായിരുന്നു. സിമ്പിൾ പാസ്റ്റുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഡിഡിന് ഒരു മീനിങ്ങുമില്ല. ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഗ്രാമർ പ്രകാരം ഇവിടെ വന്നിരിക്കുകയാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഗ്രാമർ പ്രകാരം നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് ഒരു ഓക്സിലറി വെർബായിട്ട്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങളിവിടെ ഡിഡിനെ കരുതുവാനായിട്ട്. ഒരു മീനിങ് നിങ്ങളവിടെ കൊടുക്കരുത്. ഡിഡ് ഹി കോൾ യു ലാസ്റ്റ് നൈറ്റ്? അവൻ നിന്നെ ലാസ്റ്റ് നൈറ്റിൽ വിളിച്ചായിരുന്നു. യെസ് ഹി ഡിഡ്. അതെ, അവൻ വിളിച്ചായിരുന്നു. ഇവിടെ ഡിഡിൻ്റെ ആശയം എന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് അവൻ വിളിച്ചായിരുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഡിഡിൽ തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ ആൻസർ ഡിഡിൽ കൊടുത്തിരിക്കുന്നത്. യെസ് ഹി ഡിഡ്. അതെ, അവൻ വിളിച്ചായിരുന്നു. നെക്സ്റ്റ്, യെസ് ഹി കോൾ മീ? അതെ, അവൻ വിളിച്ചായിരുന്നു. പല രീതിയിൽ നമുക്ക് ആൻസർ കൊടുക്കാം. യെസ് ഹി കോൾ മീ? അതെ, അവൻ വിളിച്ചായിരുന്നു. യെസ് ഐ ടോക്ക് ടു ഹിം? അതെ, ഞാൻ അവനോട് സംസാരിച്ചായിരുന്നു. നോ ഹി ഡിഡിൻ? ഇല്ല, അവൻ വിളിച്ചില്ലായിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടെ നെഗറ്റീവ് ആശയം കൊടുക്കുവാനായിട്ടാണ് അവിടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്തിരിക്കുന്നത്. മീൻസ് അതിനൊരർത്ഥമില്ല. നെഗറ്റീവ് ആശയം കൊടുത്തിരിക്കുകയാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ റൂൾ പ്രകാരം അവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ടാണ് അവിടെ ഡിഡ് വന്നിരിക്കുന്നത്. നോ ഹി ഡിഡിൻ? ഇല്ല, അവൻ വിളിച്ചില്ലായിരുന്നു. നോ ഹി ഡിഡിൻറ്റ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഡിഡിന് ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളൊരാശയമല്ല, അവൻ വിളിച്ചില്ലായിരുന്നു എന്നുള്ളൊരാശയമാണ്. നോ ഹി ഡിഡിൻ? ഇല്ല, അവൻ വിളിച്ചില്ലായിരുന്നു. നെക്സ്റ്റ്, നോ ഹി ഡിഡിൻ കോൾ മീ? ഇല്ല, അവൻ എന്നെ വിളിച്ചില്ലായിരുന്നു. നോ ഹി ഡിഡിൻ കോൾ മീ. നെക്സ്റ്റ്, ഡിഡ് ദേ അറൈവ് ഓൺ ടൈം? അവർ കറക്റ്റ് സമയത്ത്, കൃത്യസമയത്ത് എത്തിയായിരുന്നു. ഓർക്കുക, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡിഡ് ദേ അറൈവ് ഓൺ ടൈം? അവർ കറക്റ്റ് സമയത്ത് എത്തിയായിരുന്നു, വന്നായിരുന്നു. യെസ് ദേ ഡിഡ്? അതെ, അവർ വന്നായിരുന്നു, എത്തിയായിരുന്നു. യെസ് ദേ ഡിഡ്? യെസ്, അതെ. ദേ അറൈവ് ഓൺ ടൈം? അവർ കറക്റ്റ് സമയത്ത് വന്നായിരുന്നു, എത്തിയായിരുന്നു. യെസ്, ദേ അറൈവ് ഓൺ ടൈം. നോ, ഇല്ല. ദേ ഡിഡിൻ? ഇല്ല, അവർ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നു, എത്തിയില്ലായിരുന്നു. നോ, ദേ ഡിഡിൻ. നെക്സ്റ്റ്, ഡിഡ് യു ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം? നീ പ്രോജക്റ്റ് കറക്റ്റ് സമയത്ത് തീർത്തായിരുന്നു. ഡിഡ് യു ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം? യെസ് ഐ ഡിഡ്? അത് ഞാൻ തീർത്തായിരുന്നു, കറക്റ്റ് സമയത്ത് തീർത്തായിരുന്നു. യെസ് ഐ ഡിഡ്. യെസ് ഐ ഫിനിഷ്ഡ് ഇറ്റ് ഓൺ ടൈം? അത് ഞാൻ കറക്റ്റ് സമയത്ത് പ്രോജക്റ്റ് തീർത്തായിരുന്നു. യെസ് ഐ ഫിനിഷ്ഡ് ഇറ്റ് ഓൺ ടൈം. നെക്സ്റ്റ്, യെസ്, അതെ, ഐ ഡിഡ് ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം? ഞാൻ പ്രോജക്റ്റ്
കറക്റ്റ് സമയത്ത് തീർത്തായിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഡിഡ് ആഡ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആശയം പ്രോജക്റ്റ് ഞാൻ കറക്റ്റ് സമയത്ത് തീർത്തായിരുന്നു. ആ ഒരു ആശയത്തെ ഒന്ന് എടുത്തു പറയുകയാണ്, എംഫസൈസ് ചെയ്ത് പറയുകയാണ്. യെസ്, ഐ ഡിഡ് ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. നോ, ഇല്ല, ഞാൻ തീർത്തില്ലായിരുന്നു. ഐ ഡിഡൻ ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. ഞാൻ പ്രോജക്റ്റ് കറക്റ്റ് സമയത്ത് തീർത്തില്ലായിരുന്നു. ഐ ഡിഡൻ ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. നെക്സ്റ്റ്, ഡിഡ് ഹി ബൈ ദ ടിക്കറ്റ്സ് ഫോർ ദ കൺസേർട്ട്. കൺസേർട്ടിനായിട്ടുള്ള ടിക്കറ്റ് അവൻ മേടിച്ചായിരുന്നു. ഡിഡ് ഹി ബൈ ദ ടിക്കറ്റ്സ് ഫോർ ദ കൺസേർട്ട്. യെസ് ഹി ഡിഡ്. അത് അവൻ മേടിച്ചായിരുന്നു. കൺസേർട്ടിനുള്ള ടിക്കറ്റ് അവൻ മേടിച്ചായിരുന്നു. യെസ് ഹി ഡിഡ്. യെസ്, അതെ. ഹി ബോട്ട് ദ ടിക്കറ്റ്സ്. അവൻ ടിക്കറ്റ്സ് മേടിച്ചായിരുന്നു. ഹി ബോട്ട് ദ ടിക്കറ്റ്സ്. യെസ്, അതെ. ഹി ഡിഡ് ബൈ ദ ടിക്കറ്റ്സ് ഫോർ ദ കൺസേർട്സ്. കൺസേർട്ടിനായിട്ടുള്ള ടിക്കറ്റ് അവൻ മേടിച്ചായിരുന്നു. ഇവിടെ നമ്മൾ ഡിഡ് ആഡ് ചെയ്താണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആശയം ടിക്കറ്റ് മേടിച്ചായിരുന്നു എന്നൊരാശയത്തെ എടുത്തു പറയുകയാണ്, നമ്മൾ എടുത്ത് സംസാരിക്കുകയാണ് ആ ഒരു കാര്യത്തെ. യെസ്, ഹി ഡിഡ് ബൈ ദ ടിക്കറ്റ്സ് ഫോർ ദ കൺസേർട്ട്. കൺസേർട്ടിനുള്ള ടിക്കറ്റ് അവൻ മേടിച്ചായിരുന്നു. നോ, ഇല്ല. ഹി ഡിഡൻ ബൈ ദ ടിക്കറ്റ്സ് ഫോർ ദ കൺസേർട്ട്. കൺസേർട്ടിനായിട്ടുള്ള ടിക്കറ്റ് അവൻ മേടിച്ചില്ലായിരുന്നു. നെക്സ്റ്റ്, ഡിഡ് ദേ എൻജോയ് ദെയർ വെക്കേഷൻ. അവരവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്തായിരുന്നു. ഡിഡ് ദേ എൻജോയ് ദെയർ വെക്കേഷൻ. നെക്സ്റ്റ്, ഡിഡ് ഷീ കോൾ യു ലാസ്റ്റ് നൈറ്റ്. അവൾ നിന്നെ ലാസ്റ്റ് നൈറ്റിൽ വിളിച്ചായിരുന്നു. ഡിഡ് ഷീ കോൾ യു ലാസ്റ്റ് നൈറ്റ്. യെസ് ഷീ ഡിഡ്. അതെ, അവൾ വിളിച്ചായിരുന്നു. യെസ് ഷീ ഡിഡ്. യെസ്, അതെ. ഷീ കോൾ മീ ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റിൽ അവൾ എന്നെ വിളിച്ചായിരുന്നു. ലാസ്റ്റ് നൈറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രി. യെസ്, ഷീ കോൾ മീ ലാസ്റ്റ് നൈറ്റ്. നോ, ഇല്ല. ഷീ ഡിഡൻ കോൾ മീ ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റിൽ അവൾ എന്നെ വിളിച്ചില്ലായിരുന്നു. നോ, ഷീ ഡിഡൻ കോൾ മീ ലാസ്റ്റ് നൈറ്റ്. നെക്സ്റ്റ്, യെസ്, അതെ, വിളിച്ചായിരുന്നു. ഷീ ഡിഡ് കോൾ മീ ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റിൽ അവൾ എന്നെ വിളിച്ചായിരുന്നു. ഇവിടെ നമ്മൾ ഡിഡ് ആഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. മീൻസ് ആ ഒരു ആശയത്തെ നമ്മൾ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. യെസ്, ഷീ ഡിഡ് കോൾ മീ ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റിൽ അവൾ എന്നെ വിളിച്ചായിരുന്നു. നെക്സ്റ്റ്, ഡിഡ് ദേ അറൈവ് ഓൺ ടൈം. അവർ കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് വന്നായിരുന്നു. ഡിഡ് ദേ അറൈവ് ഓൺ ടൈം. നോ, ഇല്ല. നോ, ദേ ഡിഡിൻറ്റ്. ഇല്ല, അവർ വന്നില്ലായിരുന്നു. നോ, ദേ ഡിഡിൻറ്റ്. നെക്സ്റ്റ്, ഡിഡ് ഷീ സെൻഡ് ദ ഇമെയിൽ. അവൾ ഇമെയിൽ സെൻഡ് ചെയ്തായിരുന്നു. ഡിഡ് ഷീ സെൻഡ് ദ ഇമെയിൽ. യെസ് ഷീ ഡിഡ്. അതെ, അവൾ സെൻഡ് ചെയ്തായിരുന്നു. യെസ് ഷീ ഡിഡ്. നോ, ഇല്ല. ഷീ ഡിഡിൻ. അവൾ ചെയ്തില്ലായിരുന്നു. നോ, ഷീ ഡിഡിൻറ്റ്. നെക്സ്റ്റ്, നോ, ഇല്ല, അവൾ ചെയ്തില്ല. ഷീ ഡിഡിൻ സെൻഡ് ദ ഇമെയിൽ. അവൾ ഇമെയിൽ സെൻഡ് ചെയ്തില്ലായിരുന്നു. നോ, ഷീ ഡിഡിൻ സെൻഡ് ദ ഇമെയിൽ. നെക്സ്റ്റ്, ഡിഡ് ഹി എൻജോയ് ദ മീൽ. അവൻ മീൽ എൻജോയ് ചെയ്തായിരുന്നു. ഡിഡ് ഹി എൻജോയ് ദ മീൽ. യെസ് ഹി ഡിഡ്. അത് അവൻ എൻജോയ് ചെയ്തു. യെസ് ഹി ഡിഡ്. യെസ്, ഹി എൻജോയ് ദ മീൽ. അവൻ മീൽ എൻജോയ് ചെയ്തു. യെസ്, ഹി എൻജോയ് ദ മീൽ. യെസ്, അതെ. ഹി സെഡ് ഇറ്റ് വാസ് ഡെലിഷ്യസ്. അത് ഡെലിഷ്യസ് ആയിരുന്നുവെന്ന് അവൻ പറഞ്ഞു. യെസ്, ഹി സെഡ് ഇറ്റ് വാസ് ഡെലിഷ്യസ്. നോ, അവൻ എൻജോയ് ചെയ്തില്ല. ഹി ഡിഡിൻ. അവൻ മീൽ എൻജോയ് ചെയ്തില്ലായിരുന്നു. മീൻസ് അവന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. നോ, ഹി ഡിഡിൻറ്റ്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ഹി സേ അബൌട്ട് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിനെ പറ്റി അവൻ എന്താണ് പറഞ്ഞത്. വാട്ട് ഡിഡ് ഹി സേ അബൌട്ട് ദ പ്രോജക്റ്റ്. ഇവിടെയും ഡിഡ് ഓക്സിലറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്. ഇവിടെ ഡിഡിന് മുന്നിൽ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. സിമ്പിൾ പാസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡിഡിന് ഒരു മീനിങ്ങുമില്ല. ആ ഒരു സിമ്പിൾ പാസ്റ്റിൻ്റെ ഐഡിയ കൊടുക്കുവാനായിട്ടാണ് നമ്മളിവിടെ ഡിഡ് ആഡ് ചെയ്തിരിക്കുന്നത്. മീൻസ് സിമ്പിൾ പാസ്റ്റ് റൂൾ പ്രകാരം ഡിഡ് ഇവിടെ ഓക്സിലറി വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. വാട്ട് ഡിഡ് ഹി സേ അബൌട്ട് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിനെ പറ്റി അവൻ എന്താണ് പറഞ്ഞത്. വെൻ ഡിഡ് ദേ അറൈവ് അറ്റ് ദ എയർപോർട്ട്. അവരെപ്പോഴാണ് എയർപോർട്ടിൽ എത്തിയത്. വെൻ ഡിഡ് ദേ അറൈവ് അറ്റ് ദ എയർപോർട്ട്. വെൻ ഡിഡ് ഷീ ഫിനിഷ് ഹെർ അസൈൻമെൻറ്റ്. അവൾ എപ്പോഴാണ് അവളുടെ അസൈൻമെൻറ്റ് തീർത്തത്. വെൻ ഡിഡ് ഷീ ഫിനിഷ് ഹെർ അസൈൻമെൻറ്റ്.
നെക്സ്റ്റ്, ഹൂ ഡിഡ് യു സീ അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്? ലാസ്റ്റ് നൈറ്റിലെ പാർട്ടിക്ക് നീ ആരെയാണ് കണ്ടത്? ഹൂ ഡിഡ് യു സീ അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്? ഹൂ ഡിഡ് ഷീ ഇൻവൈറ്റ് ടു ദ വെഡ്ഡിങ്? വെഡ്ഡിങ്ങിന് അവൾ ആരെയാണ് ഇൻവൈറ്റ് ചെയ്തത്? ഹൂ ഡിഡ് ഷീ ഇൻവൈറ്റ് ടു ദ വെഡ്ഡിങ്? വേർ ഡിഡ് യു ഗോ ഫോർ യുവർ വെക്കേഷൻ? നിൻ്റെ വെക്കേഷന് നീ എവിടെയാണ് പോയത്? വേർ ഡിഡ് യു ഗോ ഫോർ യുവർ വെക്കേഷൻ? വൈ ഡിഡ് ദേ ക്യാൻസൽ ദ ഈവൻറ്റ്? അവരെന്തുകൊണ്ടാണ് ഈവൻറ്റ് ക്യാൻസൽ ചെയ്തത്? വൈ ഡിഡ് ദേ ക്യാൻസൽ ദ ഈവൻറ്റ്? ഹൗ ഡിഡ് യു സോൾവ് ദാറ്റ് പ്രോബ്ലം? ആ പ്രോബ്ലം നീ എങ്ങനെയാണ് സോൾവ് ചെയ്തത്? ഹൗ ഡിഡ് യു സോൾവ് ദാറ്റ് പ്രോബ്ലം? വൈ ഡിഡ് യു ഡിസൈഡ് ടു ചേഞ്ച് യുവർ ജോബ്? നിൻ്റെ ജോലി മാറുവാനായിട്ട് നീ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? വൈ ഡിഡ് യു ഡിസൈഡ് ടു ചേഞ്ച് യുവർ ജോബ്?